ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോൾ വീഡിയോ ആട്ടോ. ടെമു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്, പ്ലസ് ആമസോണും. അപ്പോൾ നമ്മളിന്ന് റെസിൻ ക്രാഫ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഞാൻ ഇനി ഭാവിയിൽ പരീക്ഷണം ചെയ്യാൻ പോകുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് അടക്കം ഇവിടുത്തെ റേറ്റിലാണ് പറയുള്ളൂ, കാനഡയിലെ റേറ്റിലാണ് പറയുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി ഈ പാഴ്സൽ വന്നപ്പോൾ ഇതുവരെ പൊട്ടിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഒരു 3 ദിവസമായി വന്നിട്ട്. ഇതാണ് നമ്മുടെ പാഴ്സൽ. ഇതുവരെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ഓർഡർ ചെയ്തത് ഞാൻ തന്നെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും അങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആമസോണിൽ ഓർഡർ ചെയ്താലും ടെമുവിൽ ഓർഡർ ചെയ്താലും ആമസോൺ പിന്നെ പെട്ടെന്ന് നമുക്ക് 2 days 3 daysനുള്ളിൽ കിട്ടുന്ന ആരോട് ഓർമ്മയുണ്ടാവും. പക്ഷെ ടെമു എന്ന് പറയുമ്പോൾ 2 weeks അല്ലെങ്കിൽ 1 week അറ്റ്ലീസ്റ്റ് എടുക്കുന്ന കാരണം കൊണ്ട് നമുക്ക് എന്താ ഓർഡർ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് മോൾഡുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആമസോണും ടെമും കൂടി മിക്സ് ചെയ്തിട്ടാണ് വാങ്ങിക്കാറ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. പിന്നെ അത് കൂടാതെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വ്ളോഗ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഷോർട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് കമൻ്റായിട്ടും അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയാലും ഫോൺ വിളിക്കുമ്പോഴായാലൊക്കെ പറഞ്ഞു വ്ളോഗ് കുഴപ്പമില്ല, പക്ഷേ ഒരു മൈക്ക് എന്തായാലും യൂസ് ചെയ്യണം എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കാരണം കൊണ്ട് ആമസോണിൽ നിന്ന് മൈക്ക് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം അതാദ്യം കാണിച്ചു തരാം. കാരണം ഞാൻ ഓൾറെഡി മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കറിയില്ല എത്രത്തോളം ക്ലാരിറ്റിയിൽ ഇപ്പം ഞാനിവിടെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം, എത്രത്തോളം ക്ലാരിറ്റിയിൽ അത് കേൾക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഷോർട്സിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മൈക്ക് യൂസ് ചെയ്തിട്ട് പറയണം. പക്ഷെ ഞാനത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് പറയണേ. അപ്പം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് സൗണ്ട് കേൾക്കാമെന്ന് ഇപ്പം ഈ വ്ളോഗിലൂടെയാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. ലാസ്റ്റ് ഞാനൊരു വ്ളോഗ് എടുക്കാൻ പോയായിരുന്നു കേട്ടോ. പുറത്ത് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോയപ്പോൾ അതൊരു വ്ളോഗൊക്കെ എടുത്തു. പക്ഷെ ഞാൻ മൈക്ക് എടുക്കാൻ മറന്നുപോയി. അത് നമുക്ക് യൂസ്ഡ് അല്ലാത്തൊരു കാര്യമായതുകൊണ്ട് എപ്പോഴും മറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിനി ഓർത്ത് ചില വീഡിയോസിൽ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് മൈക്ക് ഇല്ലാത്തതായിരിക്കും ചില വീഡിയോസിൽ ഇനി വരണത്. അത് എന്താ പറയുക, ഒരു ഹാബിറ്റായിട്ട് തീർന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ചില വീഡിയോസ് മൈക്കുള്ളതും ചില വീഡിയോസ് മൈക്കില്ലാത്തതായിട്ട് ഇടകലർന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും അത് ക്ഷമിക്കുക. അപ്പം ഞാൻ വാങ്ങിച്ച മൈക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്. പിന്നെ ഞാൻ വേറൊരു പെയർ കാണിച്ചു തരാം. ഇതാണ്. ഇതേപോലെ തന്നെ ഞാനിവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു പെയറായിട്ടാണ് വന്നേക്കണേ കേട്ടോ. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഇതിങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഇതിങ്ങനെ വെക്കാനും പറ്റും. ആക്ച്വലി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നോയ്സ് റിഡക്ഷന് വേണ്ടിയിട്ടായിരിക്കാം. അയ്യോ അത് വെക്കാനും പറ്റണില്ലല്ലോ. ഇത് ഞാൻ ആക്ച്വലി ഇതിലാണ് വെച്ചിട്ട് വന്നത്. ഞാനത് ഊരി മാറ്റിയിട്ട് ഇതാക്കിയതാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി അറിയില്ല, ഇത് ചിലപ്പോൾ നോയ്സ് ക്യാൻസലേഷനോ നോയ്സ് റിഡക്ഷനോ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്, ക്ലാരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എനിക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം ഇതിനാണെന്നൊക്കെ. അപ്പം ഇതേപോലത്തെ 1 pair ഓഫ് മൈക്ക് കിട്ടി. പിന്നെ അതുകൂടാണ്ട് ഫോണിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പം എന്നാലാണ് നമ്മളിത് ഇതിൽ വെക്കുമ്പോൾ അത് വർക്കൗട്ട് ആവുള്ളൂ. പിന്നെ ബട്ടൺ മൈക്കൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ബഡ്ജറ്റ് ഞാനിപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അത്ര വലിയ സംഭവമൊന്നും ആയിട്ടില്ലല്ലോ. വളരെ എന്തെന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു USB ചാർജിങ് കേബിളും കിട്ടിയിട്ടുണ്ട്. പിന്നെ കണക്റ്റേഴ്സ് 2 ടൈപ്പ് കണക്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഐഫോണിലും യൂസ് ചെയ്യാം, ആൻഡ്രോയിഡ് ഫോണിലും യൂസ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ സാംസങ് S23 FE യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കണത്. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് എടുക്കണേ. ഐഫോൺ എൻ്റെ ഉണ്ട്, പക്ഷെ അത് iPhone 11 ആണ്. അത് കുറേ നാളെ വാങ്ങിച്ചിട്ട്. അപ്പം അതിൻ്റെ ക്യാമറയ്ക്കൊക്കെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഐഫോൺ യൂസ് ചെയ്തിട്ട് ഞാൻ ഒന്നും തന്നെ എടുക്കാറില്ല.
അപ്പോൾ ഈ 2 കണക്റ്റേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, USB കേബിൾ കിട്ടിയിട്ടുണ്ട്, പിന്നെ 1 പെയർ ഓഫ് മൈക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് വന്ന ബോക്സ് ആക്ച്വലി ഇത് ഇങ്ങനെയാട്ടോ, ഇതൊന്ന് ഒരു കവറും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ പുറം ഭാഗം ആക്ച്വലി ഈസി എടുത്ത് ചീത്തയാക്കി കളഞ്ഞു. അപ്പം ഞാനത് അതുകൊണ്ടായിട്ടത് കാണിക്കാതെ ഇങ്ങനെ ബോക്സ് ആയിട്ട് അൺബോക്സ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ അത് അങ്ങനെ. പിന്നെ അതുകൂടാതെ എൻ്റെ ഈ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഈ സാംസങ് S23 FEയുടെ പ്രത്യേകത, നമുക്ക് SD കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പെട്ടെന്ന് മെമ്മറി തീരും. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പുറമേ നിന്ന് ഒരു എക്സ്റ്റേണൽ SD കാർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം മൈക്കിൻ്റെ ഇത് പറയാം കേട്ടോ. ഓക്കെ, സോ ഈ മൈക്കയുടെ പേര് വയർലെസ് ലാവ്ലിയർ മൈക്രോഫോൺ ഫോർ ഐഫോൺ, ഐപാഡ്, ആൻഡ്രോയിഡ് ഫോൺ 2-pack മിനി മൈക്രോഫോൺ വിത്ത് നോയ്സ് റിഡക്ഷൻ, ഓട്ടോ പെയറിംഗ് ആൻഡ് മ്യൂട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ വില $28 അയക്കണേ. $28 ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ റിവ്യൂ 4.3 ഉണ്ട്. 1143 പേര് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്ത് വാങ്ങിക്കുകയാണെങ്കിലും ആമസോണിലായാലും അത് ഏത് ആപ്ലിക്കേഷനിലായാലും എത്ര പേര് വാങ്ങിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ റിവ്യൂവും പിന്നെ റിവ്യൂ ഡീറ്റെയിൽസും എടുത്ത് നോക്കും. അപ്പോൾ അതിൽ കസ്റ്റമേഴ്സ് പറഞ്ഞതനുസരിച്ച് അങ്ങനത്തെ ഞാൻ വാങ്ങിക്കാറുള്ളൂ ഓൺലൈനിൽ നിന്ന്. അപ്പോൾ എനിക്കിതുവരെ ഒരു ബാഡ് പ്രൊഡക്റ്റായിട്ട് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അത് ടെമൂന്നായാലും ആമസോണിൽ നിന്നായാലും ഷീനിൽ നിന്നായാലും എനിക്ക് ബാഡ് പ്രൊഡക്റ്റായിട്ട് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. നമ്മൾ നല്ല രീതിയിൽ റിവ്യൂ നോക്കി ഓരോന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള ഗുണമുള്ള സാധനങ്ങളായിരിക്കും കിട്ടുക കേട്ടോ. പിന്നെ ഇത് എക്സ്റ്റേണൽ SD കാർഡ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ കൂടിയും ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തത് ഇതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് വർക്ക് ചെയ്യാമല്ലോ, നമുക്ക് എഡിറ്റൊക്കെ ചെയ്യാം CapCut. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതിൻ്റെ പേര് മെമ്മറി കാർഡ് റീഡർ 4-in-1 USB 3.0 USB-C to SD മൈക്രോ. ഇതിൽ കുറേ ടൈപ്പ് ഓഫ് സാധനങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു SD കാർഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ പഴയ ഒരു SD കാർഡ്. അപ്പോൾ ഫോട്ടോസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, പിന്നെ SD കാർഡിൽ ഇഷ്ടംപോലെ മെമ്മറി ഉണ്ട്. ഇതാണ് ഞാനിപ്പോൾ കറൻ്റ് യൂസ് ചെയ്യണേ. ഇതിൻ്റെ വില $13.99, $14. ഓക്കെ. പിന്നെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഞാൻ ടെമൂന്നൊരു ഫോൺ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വിത്ത് റിംഗ് ലൈറ്റ്. അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ അതൊട്ടും എന്താ സ്ട്രോങ് അല്ലാത്ത പോലെ തോന്നി. നമ്മൾ ഫോൺ വെക്കുമ്പോൾ ഒരു ചെറിയ കാറ്റടിക്കുമ്പോൾ നിലത്തേക്ക് വീഴുക അങ്ങനെയൊക്കെ. അപ്പം ഞാൻ റിംഗ് ലൈറ്റ് ഇല്ലാത്ത ഒരു ഫോൺ സ്റ്റാൻഡ്, നല്ല ഒരു ഫോൺ സ്റ്റാൻഡ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചു. കാരണം എനിക്ക് റെസിൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു സ്റ്റാൻഡ് റെസിൻ വർക്ക് കാണിക്കാനും ഒരു സ്റ്റാൻഡ് എൻ്റെ മീൻസ് വേറെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ കാണിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു വർക്കിലും കാണിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചു, ഒരു ഫോൺ സ്റ്റാൻഡ് വാങ്ങിച്ചു കേട്ടോ. യൂക്കോ 62-inch ഫോൺ ട്രൈപോഡ് ഫോർ ഐഫോൺ സെൽഫി സ്റ്റിക്ക്, ട്രൈപോഡ് വിത്ത് റിമോട്ട്, എക്സ്റ്റെൻഡബിൾ സെൽഫോൺ സ്റ്റാൻഡ്. ഇത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് നമ്മളെക്കാളും ഹൈറ്റിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ചെറുതിലാക്കിയിട്ടും എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ വില $26. അപ്പം ഞാൻ റേറ്റിംഗ് നോക്കിയതിന് 4.5 റേറ്റിംഗ് ഉണ്ട്. 14,000 പേര് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയണേ. പിന്നെ മെമ്മറി കാർഡ് ആണെന്നുണ്ടെങ്കിൽ 4.4 റേറ്റിംഗ് ഉണ്ട്. 29,000 പേര് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് കണ്ണടച്ചങ്ങോട്ട് വാങ്ങിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട്, വ്ളോഗിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ടെമൂന്നുള്ള പർച്ചേസ് ചെയ്ത റെസിൻ്റെ വർക്കുകൾ കാണിച്ചു തരാം. വർക്കുകളല്ല, വർക്ക് എന്തൊക്കെ സംഭവം നമുക്ക് നോക്കാം. കാരണം ഞാനും ഭയങ്കര ക്യൂരിയസ് ആട്ടോ, ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് നോക്കാൻ. കാരണം എനിക്ക് തന്നെ ഓർമ്മയില്ല എന്താണ്. അപ്പോൾ ഓക്കെ, ഇതാണ് ഫസ്റ്റ് സാധനം വന്നിട്ട്. സോ ഇത് ആക്ച്വലി ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് എൻ്റെ ടെമോ ആപ്ലിക്കേഷൻ കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ വില ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഈ സൈഡിലായിട്ട് മെൻഷൻ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇമേജ് കാണിക്കാം. ഇത് ഡ്രൈ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. നമുക്ക് റെസിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ ഫ്ലവേഴ്സ് ഞാൻ വാങ്ങിച്ചു നോക്കിയതാണ്.
ആക്ച്വലി ഞാൻ ഇന്ന് പുറത്തേക്ക് പോയപ്പോൾ നമ്മൾ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് പൊട്ടിച്ചെടുത്തിട്ട് വന്നായിരുന്നു. അതിനി സിലിക്ക ജെല്ലിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഡ്രൈ ചെയ്തെടുക്കണം. കാരണം മോയ്സ്ചർ കണ്ടന്റ് ഒട്ടും തന്നെ പാടില്ല നമ്മൾ റെസിനിൽ വർക്ക് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ അത് റോട്ടനായി പോവും. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വർക്ക് ചീത്തയായി പോവും. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ മോയ്സ്ചർ കണ്ടന്റ് പാടില്ല. അപ്പോൾ നമ്മൾ സിലിക്ക ജെല്ല് വാങ്ങിച്ചിട്ട് അതൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്ലവർ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കളർ ഫേഡ് ആവാതെ തന്നെ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇത് ഞാൻ ടെമോന്ന് വാങ്ങിച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഇതിന് $1 $2 ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ ഇത്. എന്നാലും ഞാനൊന്ന് വാങ്ങിച്ച് നോക്കി. ഇവരിത് വാക്വം പാക്കിലാക്കി തന്നേക്കുന്നത്. 2 പാക്ക് ഉണ്ട് കേട്ടോ. വാക്വം അടിച്ചിട്ടാണ് തന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത വർക്കുകളിൽ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതൊന്ന്. പിന്നെ വന്നിട്ട് ഇങ്ങനൊരു കവറ്. ഇത് ആക്ച്വലി എനിക്ക് എന്താന്ന് തന്നെ മനസ്സിലായില്ല. ഞാൻ നോക്കട്ടെ. കുട്ടി കുട്ടി കമ്മലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ. അതായത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ കമ്മല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണതായിരുന്നു. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇടാ സ്റ്റഡ് കമ്മലുകളാണ്. അപ്പോൾ സ്റ്റഡ് കമ്മലുകൾ സിമ്പിൾ ആയിട്ട് എലഗന്റ് ലുക്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മോൾഡുകളാണിത്. ഇത് നല്ല ക്യൂട്ടാണ്. ഭയങ്കര ക്യൂട്ട്. പിന്നെ അതിന്റെ കിറ്റും വന്നിട്ടുണ്ട് കൂടെ. ഇത് കമ്മല് മാത്രല്ല കേട്ടോ, ഇത് മോതിരം കൂടി ഉണ്ട്. ഈ ലാസ്റ്റ് കാണിച്ചത് മോതിരാണ്. മോതിരത്തിന്റെ പിടിയും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കൊള്ളാം. ഞാൻ വാങ്ങിച്ചത് എന്താന്ന് എനിക്ക് ഓർമ്മയില്ലാത്ത കാരണം കൊണ്ട് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല എന്താ ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യാത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഒരു വലിയ മോൾഡ്. ഇത് നമുക്ക് പെൻഡന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കമ്മൽ ഉണ്ടാക്കാം, കീ ചെയിൻ ഉണ്ടാക്കാം. പല പല വെറൈറ്റി ഷേപ്പുകളുണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇതിലൊരു വർക്ക് ചെയ്യുന്നതാട്ടോ, ഫ്ലവർ വെച്ചിട്ട്, ഡ്രൈ ഫ്ലവർ വെച്ചിട്ട്. ഓക്കെ. നെക്സ്റ്റ് ഓക്കെ, അടുത്ത മോൾഡ് ഇതാണ്. ഇത് വന്നിട്ട് ഞാനിത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു വാങ്ങിച്ചതാട്ടോ. കാരണം നമ്മുടെ അപ്പാർട്ട്മെന്റിൽ കുറെ അധികം പട്ടിക്കുട്ടികളുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ പട്ടിക്കുട്ടികളുടെ ടാഗ് ഇടാൻ വേണ്ടിയിട്ട് അവരുടെ ടാഗും അവരുടെ നെയിം വെച്ചിട്ടുള്ള റെസിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ. എന്താ ചെറിയ പോസ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അതിന്റെ കൂടെ കിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ചെയ്തിട്ട് എനിക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ട്. നമ്മുടെ അപ്പാർട്ട്മെന്റിൽ ഒരു ആന്റി ഉണ്ട്. ആ ആന്റിക്ക് 3 പട്ടിക്കുട്ടികളോ 4 പട്ടിക്കുട്ടികളോ അങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ സ്ഥിരം കാണുന്ന പട്ടിക്കുട്ടികളത്. അപ്പൊ അവർക്ക് അത് ഗിഫ്റ്റ് ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. എനിക്ക് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് എന്തായാലും അവരുടെ പേരൊക്കെ ചോദിച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കണം. പിന്നെ അടുത്തത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ. എനിക്കിത് തെറ്റി വന്നതാണോ എന്ന് ഡൗട്ട് ഉണ്ട്. 2 പാക്കായിട്ട് അവർ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്ന് നോക്കണം. പക്ഷെ എന്തായാലും ഞാൻ ഓരോന്നും 1 ക്വാണ്ടിറ്റി വെച്ച വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ ഒന്നില്ലെങ്കിൽ ഇത് തെറ്റി വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ 1 പാക്ക് അങ്ങനെയായിരിക്കാം. കാരണം നമുക്ക് കമ്മലുകളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 ഒരുമിച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്യാൻ പറ്റും. കണ്ടോ, ഓരോന്നിനും ഓരോ ഷേപ്പ് ഉള്ളതിൽ. അപ്പൊ കമ്മലുകൾ ഉണ്ടാക്കണമെങ്കിൽ 2 ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ
അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അതായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ സിൽവർ ചെയിന് വേണ്ടിയിട്ട് കുറച്ചൊരു ചെയിൻ വാങ്ങിച്ചിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് കുറച്ചുകൂടി കൂടുതൽ വേണം, പക്ഷേ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന്റെ കളർ ഫേഡ് ആവണ്ടോന്നൊക്കെ നോക്കണം. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ വാങ്ങിച്ചത് ഈ ബോക്സ് ഉണ്ടോ. ഈ ബോക്സിന്റെ വലിപ്പം പക്ഷെ ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. ഞാൻ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കിയായിരുന്നില്ല. പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എനിക്ക് ഈ ഇതേപോലത്തെയൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോക്സ് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒക്കെ തെറിച്ചു പോവും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു വേണ്ട, ഈ കമ്മലുകളുടെ ഇത് കണ്ടോ. അപ്പൊ ഇത് ഇങ്ങനെ എടുത്ത് എനിക്ക് എപ്പോഴും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതിനകത്ത് ഇടാം. ഇതിലിങ്ങനെ സെക്യൂർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. അത് കൊള്ളാം. അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഇത് പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി. ഇനിയിപ്പോ നെക്സ്റ്റ് എന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. 1 2 3 4 5 6 7 28 സ്പേസസ് ഉണ്ട് കേട്ടോ. ധാരാളം മതി. അങ്ങനെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഹോൾ വീഡിയോയിലുള്ള. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെസിൻ ആർട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാണാം. അതേപോലെ തന്നെ ഞാൻ നല്ല നല്ല ഷോർട്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മൈക്കയുടെ കാര്യം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. കാരണം എനിക്ക് അതനുസരിച്ചിട്ട് വേണം മൈക്ക് യൂസ് ചെയ്യണതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സുഖം സന്തോഷമായിട്ടിരിക്കുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.